നിഷാദ് എന്നൊരു രക്ഷാപ്രവർത്തകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിഷാദ് ഏതു മേഖലയിലാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നത്? ഇന്ന് രാവിലെയൊക്കെ ഉണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. കാരണം മനുഷ്യസാധ്യമായ സാധനങ്ങൾ മാത്രമേ നമുക്ക് അവിടേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടായിരുന്നു. അതും കുത്തിയൊലിച്ചു പോകുന്ന ഒരു പുഴയ്ക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന പരിമിതികളുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. നിഷാദ് എവിടെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായത്? എത്രത്തോളം സംവിധാനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് ഇനിയും കാര്യക്ഷമമായ തെരച്ചിലിനും മറ്റും? മാഡം നമസ്കാരം. ഞാൻ എൻ്റെ നാട് ചൂരൽമല എന്ന് പറയുന്ന പ്രദേശത്താണ്. ചൂരൽമല ടൗണിലാണ്. കേൾക്കുന്നുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാം നിഷാദ്, പറഞ്ഞോളൂ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ചൂരൽമല ടൗണിൽ നിന്നും 200 മീറ്റർ പുറകിലാണ് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഉരുൾപൊട്ടുന്ന അന്ന് രാത്രി ഏകദേശം 1:20 എനിക്ക് എൻ്റെ സുഹൃത്ത് ഫോൺ ചെയ്യുന്നത്. ഇങ്ങനെ ശക്തമായ വെള്ളത്തിൻ്റെ പാച്ചിലുണ്ട്, നമ്മൾ ആളുകളെ മാറ്റണ്ടേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു, തൊട്ട് താഴെയുള്ള വീട്ടിലെ പയ്യനോട് പറഞ്ഞു, നീ തൊട്ട് താഴെയുള്ള വീട്ടിൽ നിന്നും ആളെ കയറ്റിക്കോ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നു. വീട്ടിൽ കറണ്ടില്ല, ഇൻവെർട്ടറുണ്ട്. ഞാനത് ഉപയോഗിച്ച് ലൈറ്റ് വീട്ടിൽ ഓൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിൽ വെള്ളമാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഞാൻ ഇത് ആരെയോ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുകയോ ഒന്നുമല്ല, പക്ഷേ ആര് വന്നാലും ഞാൻ കാണിച്ചു തരാൻ തയ്യാറാണ്. എൻ്റെ വീടിൻ്റെ സ്റ്റെപ്പിൽ വെള്ളമാണ് ഞാൻ കാണുന്നത്. എൻ്റെ 73-75 വയസ്സോളം പ്രായമുള്ള ഉപ്പുണ്ട്, ഉമ്മ ഉണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ അവരെടുത്ത് എൻ്റെ ഏട്ടൻ്റെ വീട്ടിലേക്ക് കയറുന്നു. മുകളിലേക്ക് നമ്മൾ താഴെ എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള വ്യഗ്രതയിൽ ഞങ്ങൾ വണ്ടി എടുക്കും. ഞാനൊരു 4-wheel ജീപ്പിൻ്റെ ഡ്രൈവറാണ്. 900 കണ്ടിയിലുള്ള ഒരു സ്ഥാപനത്തിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. അവിടെ നിന്ന് വണ്ടി എടുത്തു. ഞാനും എൻ്റെ ജ്യേഷ്ഠനും കൂടെ ഞങ്ങൾ ചൂരൽമല ടൗണിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ളതിൽ നമ്മൾ ടൗണിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ ചെന്ന ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് നമുക്ക് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിയാനുള്ള ടൈമായിരുന്നു ഞങ്ങൾക്കത്. ഞങ്ങളവിടെ എത്തുമ്പോൾ ഒരുപാട് ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. രക്ഷപ്പെട്ട ആളുകളായിട്ടും ഓടിയെത്തിയിട്ട് മണ്ണിൽ ഒലിച്ചു വന്നവരായിട്ടും പല ഭാഗത്തു നിന്നെത്തിയ അറിഞ്ഞെത്തിയ ആളുകൾ പലതും ഞങ്ങൾ ചൂരൽമല ടൗണിൻ്റെ തുടക്ക ഭാഗത്ത് നിങ്ങൾ പോകുമ്പോൾ കാണാം. ആ തുടക്ക ഭാഗത്ത് പാലം ഒരുത്തുന്ന ഒരു ചെറിയൊരു കുഞ്ഞി പാലുണ്ട്. അവിടെ ഞങ്ങളെത്തി. അവിടെ എത്തി നിൽക്കുമ്പോൾ മണ്ണാൽ മൂടപ്പെട്ട ഒരു ചൂരൽമല ടൗണാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ പല വീടിൻ്റെ മുകളിൽ നിന്നും ടോർച്ചടികൾ കാണുന്നുണ്ട്. മൊബൈലിൻ്റെ വെളിച്ചം ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ചിലകളിൽ കൂട്ടക്കരച്ചിലുകൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിച്ചെല്ലാൻ പേടിച്ച കാര്യങ്ങൾ ഞങ്ങൾക്ക് ഭയം അല്ല, നമ്മളെ ആ ഒരു കറണ്ട് ലൈന് വെള്ളത്തിൽ വീണ് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ. അതിലുപരി ഗ്യാസുകൾ ഈ ഹോട്ടലുകളിൽ നിന്നും മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഒലിച്ചു വന്ന ഗ്യാസുകളിൽ റെഗുലേറ്ററിൽ നിന്നും ഗ്യാസുകൾ ലീക്കാവുന്നൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഞങ്ങൾ ആദ്യം ക്ലിയർ ചെയ്തു. ഞങ്ങളതിൽ വിളിച്ചല്ല, നമ്മൾ വണ്ടിയുടെ വാഹനങ്ങളിൽ ലൈറ്റ് ഓൺ ചെയ്യണമെങ്കിൽ ഗ്യാസിൻ്റെ ലീക്ക് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലൈറ്റ് 1-2 വണ്ടികൾ ലൈറ്റ് ഓൺ ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾ ടൗണിൻ്റെ തൊട്ടടുത്ത് ഒരു ഫാമിലി 2 പേര് ചളീൻ്റെ ഉള്ളിൽ കൈ മാത്രമാണ് കാണുന്നത്. അവരെ ഞങ്ങൾ കയറ്റി. അപ്പോൾ അവർ പറഞ്ഞു, പുറകിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ജീവനോടുണ്ട്, നമ്മൾ ആളുകൾ രക്ഷിക്കാൻ എത്തണം എന്ന് പറഞ്ഞിട്ട് ആ ചൂരൽമല ടൗണിൻ്റെ ഇപ്പോൾ നിങ്ങൾ എല്ലാ മീഡിയകളും ചൂരൽമല ടൗണിൻ്റെ ഒരു പുറകുവശമുണ്ട്, തൊട്ട് പുറകുവശം. അവിടെ ഏകദേശം 50ഓളം വീടുകൾ ഉള്ള ഒരു സ്ഥലമാണ്. അതാർക്കും മനസ്സിലാവണമെങ്കിൽ നമ്മളതിൻ്റെ മുമ്പുള്ള ഒരു ഫോട്ടോസോ കാര്യങ്ങളോ നിങ്ങൾക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി വരും. അവിടെ ഇപ്പോഴും ഞങ്ങൾ ഷുവറായിട്ട് പറയുന്നു, ഇപ്പോഴും ആ ചൂരൽമല ടൗണിൻ്റെ തൊട്ട് പുറകിൽ ഏകദേശം 6 ബോഡി അവിടെ തന്നെ ഉണ്ട് എന്ന് ഞങ്ങൾ ഷുവറായിട്ട് പറയുന്നുണ്ട്. കാരണം അതിൽ 1ാമത്തെ ബോഡി അവിടെ പൂക്കാട്ടിൽ അബൂബക്കർ എന്ന് പറയുന്ന ആളുടെ ഭാര്യ ആയിഷയാണ്. 2ാമത്തത് ഞങ്ങൾ മാമിച്ച എന്ന് വിളിക്കുന്ന മാമി താത്താൻ്റെയാണ്. അവരുടെ ഉമ്മ ഉണ്ട്, അവരുടെ ഒരു പേരക്കുട്ടിയുണ്ട്. പിന്നെ എൻ്റെ സുഹൃത്താണ് ഉബൈദ് എന്ന് പറയും. ആ ഉബൈദിൻ്റെ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ചിലപ്പം പറഞ്ഞ് തീർക്കാൻ പറ്റിക്കോളണമെന്നില്ല. അത്രയും നമ്മളാരെയും ആക്ഷേപിക്കുക അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം പോരാ എന്നുള്ള ഒന്നുമല്ല നമ്മൾ പറയുന്നത്.